ഗാസയിൽ ഇപ്പോൾ വെടിനിർത്തൽ ഉണ്ടോ ഇല്ലയോ എന്നത് അന്താരാഷ്ട്ര സമൂഹത്തിന് തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യമാണ്. കാരണം വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷമുള്ള ഏറ്റവും ശക്തമായ ആക്രമണം ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ദിവസങ്ങളാണ് കടന്നുപോയിരിക്കുന്നത്. ഇന്നലെ മാത്രം 100 പേർ ഈ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന വിവരം വരുന്നുണ്ട്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഉള്ളവരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. 40-ലധികം സ്ത്രീകളും കുട്ടികളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. ആരോഗ്യ സ്ഥാപനങ്ങൾക്ക്, ആശുപത്രികൾക്ക് നേരെയൊക്കെ ആക്രമണമുണ്ടായി എന്ന് പറയുന്നു. അവിടെ ഇലക്ട്രിക് കമ്പനിക്ക് നേരെ ആക്രമണമുണ്ടായി. ഖാൻ യൂനിസ് പൂർണ്ണമായും തകർക്കാനുള്ള ശ്രമം ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി തുടങ്ങിയ ആരോപണങ്ങളാണ് ഉണ്ടാകുന്നത്. വെടിനിർത്തൽ നിലവിലുണ്ടോ എന്ന സംശയം തോന്നിക്കുന്ന തരത്തിൽ വ്യാപകമായ ആക്രമണം ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഗസയിൽ ഉണ്ടാകുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. മരിച്ചവരിൽ 46 പേർ കുട്ടികളാണ് എന്ന് വരുന്നു. 20 സ്ത്രീകൾ ഉൾപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഏറ്റവും അധികം സ്ത്രീകളും കുട്ടികളും മരിച്ച ഒരു ആക്രമണം കൂടിയാണ് ഇന്നലെ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. 250ഓളം പേർക്ക് ഒറ്റ ദിവസത്തെ ആക്രമണത്തിൽ പരിക്കേറ്റു എന്നതും ഈ ഗാസ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട വാർത്തയിൽ പറയുന്നു. ഗാസ സിറ്റി, ബെയ്ത്ത് തുടങ്ങിയ ഇടങ്ങൾ, അവിടുത്തെ സ്കൂളുകൾ, വീടുകൾ എന്നിവ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വലിയ രീതിയിലുള്ള ആക്രമണം നടന്നത് എന്നതാണ് റിപ്പോർട്ട്. ബുറൈജ്, ഖാൻ യൂനിസ് എന്നിവിടങ്ങളിലും ശക്തമായ ആക്രമണം ഉണ്ടായി. ഖാൻ യൂനിസിനെ പൂർണ്ണമായും നശിപ്പിക്കുകയും തകർക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ആക്രമണം ഉണ്ടായി എന്നാണ് പറയുന്നത്. ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്നാരോപിച്ചുകൊണ്ടാണ് ഇസ്രയേൽ ആക്രമണങ്ങൾ ശക്തമാക്കിയത്. IDFന് നേരെ, ഇസ്രയേൽ സൈനികർക്ക് നേരെ ഹമാസിന്റെ ആക്രമണം ഉണ്ടായി എന്നതാണ് വലിയ പ്രകോപനം. അതിനെ തുടർന്നാണ് ശക്തമായ തിരിച്ചടിക്ക് നെതന്യാഹു നിർദ്ദേശം നൽകുന്നത് കഴിഞ്ഞ ദിവസം. അങ്ങനെയാണ് IDFന്റെ നേതൃത്വത്തിൽ വ്യാപകമായ ആക്രമണം ഗാസയിൽ ഉടനീളം ഉണ്ടാകുന്നത്. അത് ഇന്നലെ ബുധനാഴ്ച ഏതാണ്ട് ഉച്ചവരെ തുടർന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിനുശേഷം ഇപ്പോൾ വെടിനിർത്തൽ നിലവിലുണ്ട് എന്ന പ്രഖ്യാപനവും ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. പക്ഷേ വെടിനിർത്തൽ പറഞ്ഞുകൊണ്ട് അവിടേക്ക് വെടിനിർത്തലാണ് എന്ന് കരുതിക്കൊണ്ട് അവിടേക്ക് എത്തിയ മനുഷ്യരെ സംബന്ധിച്ച് വലിയ ദുരന്തമാണ് ഗാസ ഇപ്പോൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ, മനുഷ്യഹാനി ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഭക്ഷണവും സഹായങ്ങളും വേണ്ടത്ര ലഭ്യമാകാത്ത സാഹചര്യമുണ്ട്. ഇപ്പോഴും ഭക്ഷ്യ സാധനങ്ങളുമായി എത്തുന്ന ട്രക്കുകൾ ഇസ്രയേൽ തടഞ്ഞിടുന്നു. അപ്പോൾ സഹായം എത്തുന്നില്ല. അന്താരാഷ്ട്ര സമൂഹത്തോട് ഗസയിലെ ജനങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾ നൽകിയ ഉറപ്പുകൾ എവിടെ എന്ന് ചോദിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. പലരും ഈ അന്താരാഷ്ട്ര സമൂഹം ഇടപെട്ട് ഒരു വെടിനിർത്തൽ ഉണ്ടാകുമ്പോൾ കുറച്ചു നാളെങ്കിലും സമാധാനം ഉണ്ടാകും എന്ന പ്രതീക്ഷയിലെത്തിയതാണ്. പക്ഷേ അതൊക്കെ മറികടന്നുകൊണ്ടുള്ള വലിയ ആക്രമണമാണ് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം ആ ആക്രമണത്തെയൊക്കെ പിന്തുണച്ചുകൊണ്ട് ട്രംപ് രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ്. ഇസ്രയേൽ സേനയെ ആക്രമിച്ചാൽ അവരെ നിലംപരിശാക്കും, ഇല്ലായ്മ ചെയ്യും എന്ന ഒരു ഭീഷണിയാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ തിരിച്ചടിക്ക് എല്ലാവിധ അമേരിക്കൻ പിന്തുണയും ഇസ്രയേലിന് മേൽ ഉണ്ട് എന്നതുകൂടി കാരണം. അതിനുശേഷവും പക്ഷേ വെടിനിർത്തൽ നിലവിലുണ്ട് എന്ന് ഇസ്രയേൽ അവകാശപ്പെടുന്നു, ട്രംപും അവകാശപ്പെടുന്നു, JD വാൻസും പറയുന്നു ഗസയിൽ ഇപ്പോഴും വെടിനിർത്തൽ നിലവിലുണ്ട് എന്ന്. എന്നാൽ ഈ മധ്യസ്ഥ ശ്രമങ്ങളിൽ ഇടപെട്ട ഖത്തർ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾക്ക് ഇപ്പോൾ ഗസയിൽ നടക്കുന്ന ഇസ്രയേൽ ആക്രമണത്തിൽ വലിയ നിരാശയുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. അവർ അവരുടെ പ്രതിഷേധം സാധ്യമായ നിലയിൽ അറിയിക്കുന്നുണ്ട്, ഇടപെടൽ സാധ്യമാക്കാൻ പ്രയത്നിക്കുന്നുണ്ട്. പക്ഷേ അമേരിക്കയുടെ പിന്തുണയിലാണ് ഇപ്പോഴും ഇസ്രയേലിൽ കടുത്ത ആക്രമണങ്ങൾ നടക്കുന്നത്. ഈ വെടിനിർത്തൽ കരാറിൽ നിന്ന് പിന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ വെടിനിർത്തൽ പൂർണ്ണമായും ഉപേക്ഷിക്കുന്ന ഘട്ടത്തിലേക്ക് പോകാതിരിക്കാനുള്ള ജാഗ്രതയാണ് ഇപ്പോൾ അറബ് മുസ്ലിം രാഷ്ട്രങ്ങൾ പുലർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട 2ാം ഘട്ട ചർച്ചകൾ അത് ഊർജിതമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നതാണ് ഖത്തർ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള വലിയ നിരാശ അവർ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഹമാസ് ആണ് ഈ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നത് എന്നതാണ് ഇസ്രയേൽ ആവർത്തിച്ച് പറയുന്നത്. കാരണം ഇനിയും 13 ബന്ദികളുടെ മൃതദേഹങ്ങൾ വിട്ടുകിട്ടാനുണ്ട്. കഴിഞ്ഞ ദിവസം ഹമാസ് കൈമാറിയ മൃതദേഹം എന്ന് പറയുന്നത് 2 വർഷങ്ങൾക്ക് മുൻപ് കൊല്ലപ്പെട്ട ബന്ദിയുടെ മൃതദേഹമാണ്, അതിൻ്റെ അവശിഷ്ടമാണ് കൈമാറിയത് എന്ന ഗുരുതര ആരോപണവും ഇസ്രയേൽ ഹമാസിനെതിരെ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഒരു പ്രകോപനവും ഇല്ലാതെയാണ് തങ്ങൾക്കെതിരെ ആക്രമണം അഴിച്ചുവിടുന്നത് എന്നതാണ് ഹമാസ് പറയുന്നത്. ഈ കാരണങ്ങൾ ഉണ്ടാക്കി ആക്രമണത്തിന് ഇസ്രയേൽ തയ്യാറെടുക്കുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബന്ദി കൈമാറ്റത്തിന് തങ്ങൾ തയ്യാറല്ല എന്നൊരു നിലപാടിലേക്ക് കൂടി ഹമാസും എത്തുന്നു എന്നറിയുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലും
ഈ കരാറിന്റെ ലംഘനവുമാണ് ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സൈന്യത്തിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് IDF വലിയ രീതിയിലുള്ള പ്രത്യാക്രമണം അവിടെ തുടങ്ങിയിരിക്കുന്നത്. മാത്രവുമല്ല, ലബനന് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട് ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന്. അപ്പോൾ മേഖലയിൽ വലിയ രീതിയിലുള്ള തിരിച്ചടിക്ക് ആക്രമണത്തിന് ഇസ്രയേൽ തയ്യാറെടുക്കുന്നതിന്റെ സൂചനയാണോ ഇത് എന്ന് സംശയിക്കുന്നു. തങ്ങളുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്ന് ലബനൻ പറയുന്നു. വ്യോമാക്രമണമാണ് ലബനനെ കേന്ദ്രീകരിച്ച് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ശക്തമായി പ്രതികരിക്കാൻ സേനയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നത് ലബനൻ പ്രധാനമന്ത്രി സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ആക്രമണമുണ്ടായി എന്ന് സ്ഥിരീകരിക്കുകയും ഇസ്രയേലാണ് അതിന് പിന്നിലെന്ന് പറയുകയും ഒപ്പം തന്നെ തിരിച്ചടിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും പറയുന്നു. അപ്പോൾ മേഖല വീണ്ടും വലിയ രീതിയിൽ അശാന്തമാവുകയാണ്. ഗാസയിൽ ഇസ്രയേൽ ആക്രമണം ശക്തമാക്കുകയാണ്. വെടിനിർത്തൽ പ്രഖ്യാപിച്ച് അതിന്റെ മറവിൽ സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടക്കുരുതി നടത്തുകയാണ് ഇസ്രയേൽ. അതിനെ അമേരിക്ക പരസ്യമായി ട്രംപ് ന്യായീകരിച്ച് രംഗത്ത് വരികയും ചെയ്യുന്നു. ട്രംപ് അതിനുശേഷവും ഇന്ന് അദ്ദേഹത്തിൻ്റെതായി വരുന്ന പ്രതികരണം, വെടിനിർത്തൽ പ്രാബല്യത്തിലുണ്ട്, അത് തുടർന്നു കൊണ്ടുപോകും, അതിൻ്റെ 2ാം ഘട്ടവും നടപ്പിലാക്കും എന്ന പ്രഖ്യാപനം നടത്തുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ ജനങ്ങൾക്ക് നൽകിയിരുന്ന വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുന്നില്ല. വെടിനിർത്തലിന്റെ ഭാഗമായി ഉണ്ടാകും എന്ന് കരുതിയിരുന്ന സുരക്ഷ അവർക്ക് ലഭ്യമാകുന്നില്ല, അവർക്ക് സഹായങ്ങൾ ലഭ്യമാകുന്നില്ല. മാത്രവുമല്ല, അതിശക്തമായ ആക്രമണം വെടിനിർത്തലിന്റെ മറവിൽ അവിടെ നടന്നുകൊണ്ടും ഇരിക്കുകയാണ്.